സങ്കടമടക്കി പിടിച്ചാണ് ഷൈൻ ടോം ചാക്കോയുടെ പിതാവിന് പ്രിയപ്പെട്ടവർ അന്ത്യയാത്ര ചൊല്ലിയത്. ഏറ്റവും നല്ല വസ്ത്രങ്ങൾ അണിഞ്ഞാണ് പ്രാർത്ഥനയോടെ ക്രിസ്ത്യൻ സഭയിൽ മരണമടഞ്ഞവരെ യാത്രയാക്കുക. അതനുസരിച്ചായിരുന്നു എല്ലാവരും ചാക്കോയുടെ മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയതും. ന്യൂസിലാൻഡിൽ നിന്നും ഷൈൻ്റെ 2 സഹോദരിമാരും മക്കളും ചടങ്ങിൽ പങ്കെടുക്കുവാൻ എത്തിയിരുന്നു. അപ്പാപ്പനരികെ ഹൃദയം നുറുങ്ങുന്ന വേദനയോടെയാണ് പെൺമക്കളുടെ മക്കളും നിന്നത്. അവധിക്കാലത്ത് വരുമ്പോൾ മാത്രമാണ് അപ്പാപ്പനും മക്കളും തമ്മിൽ കൂടിക്കണ്ടിരുന്നത്. കഴിഞ്ഞ തവണ കണ്ടു മടങ്ങിയപ്പോൾ വീണ്ടും കാണാമെന്ന പ്രതീക്ഷയിലുമായിരുന്നു. എന്നാൽ അപ്രതീക്ഷിതമായാണ് മരണവും വേർപാടുമെല്ലാം സംഭവിച്ചത്. നനച്ചിരിക്കാത്ത നേരത്താണ് മരണമെത്തുക. അതുപോലെയായിരുന്നു ഷൈൻ്റെ അപ്പനെ തേടിയും മരണത്തിൻ്റെ വിളിയെത്തിയത്. ചാക്കോയുടെയും മരിയയുടെയും സ്നേഹലാളനകൾ ഏറ്റുവാങ്ങി ആ മക്കൾക്കു വേണ്ടി ഇപ്പോഴും എപ്പോഴും ഓടി നടക്കുന്നവരായിരുന്നു ആ അച്ഛനും അമ്മയും. പ്രായമുണ്ടെങ്കിലും ആരോഗ്യമുള്ള 2 പേരും തങ്ങൾക്കൊപ്പം ഇനിയും ഏറെക്കാലം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലിരിക്കവെയാണ് നനച്ചിരിക്കാതെ അപ്രതീക്ഷിതമായി മരണമെത്തിയതും അപ്പനെ കവർന്നെടുത്തതും. അപ്പൻ ഇനി തങ്ങൾക്കൊപ്പം ഇല്ല എന്ന സത്യം ഉൾക്കൊള്ളാൻ കഴിഞ്ഞപ്പോൾ ഇക്കാലത്തിനിടയ്ക്ക് താൻ അപ്പന് എന്തു നൽകി എന്ന ചോദ്യമാണ് ഷൈൻ്റെ മനസ്സിനെ ഇപ്പോൾ ഏറ്റവും അധികം നീറ്റുന്നതും. അതേസമയം അന്ത്യയാത്ര ചൊല്ലിക്കഴിഞ്ഞ് ഷൈൻ നേരെ ആശുപത്രിയിലേക്കാണ് പോയത്. ഷൈൻ്റെ കൈയുടെ സർജറി ഇന്ന് നടക്കും. എന്തിനും ഏതിനും ഏത് പാതിരാത്രിയിലും മകൻ വിളിച്ചാൽ ഓടിയെത്തുന്നയാളായിരുന്നു ചാക്കോ. ഷൈൻ്റെ പല പ്രശ്നങ്ങളിലും മകനു വേണ്ടി വാദിച്ചു നിൽക്കുന്ന അപ്പൻ. മാധ്യമങ്ങൾക്ക് മുന്നിലോ നാട്ടുകാർക്ക് മുന്നിലോ അവനെ കുറ്റം പറയാതെ വീടിനുള്ളിൽ അവൻ്റെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ച് അവനെ തിരുത്താനും നല്ല ജീവിത വഴിയിലേക്ക് എത്തിക്കാനുമായിരുന്നു ചാക്കോ അവസാന ശ്വാസം വരെയും ശ്രമിച്ചത്. ആ അപ്പൻ നേരം ഇരുട്ടി വെളുത്തപ്പോൾ തങ്ങളെ വിട്ടുപോയെന്ന സത്യം ഷൈൻ അറിഞ്ഞ നിമിഷം മുതൽ നെഞ്ചുരുകുന്ന നീറ്റലോടെയാണ് ഷൈൻ പിതാവിനരികെ എത്തിയത്. ഇന്നു രാവിലെ തൃശൂർ മണ്ണുത്തിയിലെ വീട്ടിലേക്ക് ചാക്കോയുടെ മൃതദേഹം പൊതുദർശനത്തിന് എത്തിച്ചപ്പോൾ ഇടുപ്പിന് പരിക്കേറ്റ ഭാര്യ മരിയ കാർമൽ കിടന്ന കിടപ്പിൽ സ്ട്രക്ചറിലാണ് മരിയ ഭർത്താവിനെ അവസാന നോക്കു കാണുവാൻ എത്തിയത്. തലയുയർത്തി അദ്ദേഹത്തെ ഒന്ന് കാണാൻ പോലും കഴിയാതെ, അന്ത്യചുംബനം പോലും നൽകാൻ കഴിയാതെ നെഞ്ചുപൊട്ടുന്ന വേദനയിലാണ് മരിയ വിങ്ങിപ്പൊട്ടിക്കരഞ്ഞത്. ശവപേടകത്തെ തലോടി വിതുമ്പിക്കരഞ്ഞ മരിയെ ആശ്വസിപ്പിച്ച് മകളും ഹോം നേഴ്സുമെല്ലാം അരികിൽ തന്നെയുണ്ടായിരുന്നു. മകന്റെ മുഖത്തേക്കും പ്രിയപ്പെട്ടവനെയും മാറി മാറി നോക്കി വിങ്ങിപ്പൊട്ടി കരയുകയായിരുന്നു മരിയ. ഏതാനും മിനിറ്റുകൾ മാത്രമാണ് മരിയയെ ഭർത്താവിനരികിൽ നിർത്തിയത്. ശേഷം നടന്ന സംസ്കാര ചടങ്ങിൽ സിനിമാ പ്രവർത്തകരും നാട്ടുകാരും പ്രിയപ്പെട്ടവരുമടക്കം 100 കണക്കിന് പേരാണ് പങ്കെടുക്കാനെത്തിയത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.